അവിനാഷിന് 24 വയസ്സാണ്. പഠനമൊക്കെ പൂർത്തിയാക്കിയാൽ ആദ്യമേ ഒരു ജോലി കിട്ടുകയാണ്. ഒരു പ്രശസ്തമായിട്ടുള്ള IT കമ്പനിയിൽ ഡെവലപ്പർ ആയിട്ടാണ് ജോലി കിട്ടുന്നത്. ആൾ അത്യാവശ്യം ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ അയാൾ ആദ്യം ചെയ്യുന്നത് വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം സേഫ് ആക്കുന്നു, ജോലിയൊക്കെ ചെയ്ത് ഒരു വർഷം സുഖമായിട്ട് അങ്ങനെ പോകുന്നു. ഒരു ദിവസം എന്നത്തെ പോലെ തന്നെ അയാൾ ജോലിക്ക് ഇറങ്ങുന്നു. പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഒരു കോൾ വരുന്നു. അച്ഛന് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പോൾ ആൾ അടുത്ത് തന്നെയാണുള്ളത്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നു, കാർ എടുക്കുന്നു, അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നു പെട്ടെന്ന് തന്നെ ഒരു ബൈപ്പാസ് സർജറി ചെയ്യണം, 3 ലക്ഷം രൂപ എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആൾ പതറിയില്ല, നേരെ ക്ലെയിമിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സർജറി കഴിയുന്നു, ഒരാഴ്ചത്തെ അഡ്മിഷൻ കഴിയുന്നു. അങ്ങനെ ഡിസ്ചാർജിന്റെ സമയമായപ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപ ബില്ല് വരുന്നു. അപ്പോൾ ആള് പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ ഇത് കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇൻഷുറൻസുകാർ പറയുന്നത് ഒരു ക്ലോസ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ല് ജനറേറ്റ് ആയിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പോളിസി എടുക്കുമ്പോൾ തന്നെ കുറച്ച് ക്ലോസുകളെ പറ്റി കൃത്യമായി പഠിച്ചിരുന്നാൽ നമുക്ക് സേഫ് ആയിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ ക്ലോസ് എന്ന് പറയുന്നത് സബ്ലിമിറ്റ് ആണ്. അതായത് ചില ഇൻഷുറൻസ് പോളിസികളിൽ ഒരു സബ്ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതായത് ചില ഡിസീസുകൾക്കും അതേപോലെ തന്നെ ട്രീറ്റ്മെന്റുകൾക്കും ഒരു ലിമിറ്റ് വരെയുള്ള കവറേജ് അവർ നൽകൂ എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപ വരുന്ന ചില സർജറികൾക്ക് അവർ 50,000 രൂപ വരെയുള്ള കവറേജ് നൽകൂ എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് പോളിസികൾ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. സബ്ലിമിറ്റുകൾ ഇല്ലാത്ത പോളിസികൾ നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. അടുത്ത ക്ലോസ് എന്ന് പറയുന്നത് റൂം റെന്റ് മോഡിഫയർ ആണ്. ഇത് കേൾക്കുന്ന പോലെ സിമ്പിൾ അല്ല, കുറച്ച് കുരുക്ക് നിറഞ്ഞൊരു ക്ലോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സർജറി കഴിയുന്നു. സർജറി കഴിഞ്ഞിട്ട് നിങ്ങളെ റൂമിലേക്ക് മാറ്റണം. നിങ്ങളുടെ പോളിസിയിൽ നിങ്ങൾക്ക് സിംഗിൾ AC റൂം അവൈലബിൾ ആണ്. സിംഗിൾ AC റൂമുകളെല്ലാം ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഡീലക്സ് റൂമാണ്. അതായത് സിംഗിൾ AC റൂമിന് 5,000 രൂപയാണ് ചാർജ് വരുന്നത്. പക്ഷേ ഡീലക്സ് റൂമിന് ഒരു ദിവസത്തിന് 10,000 രൂപയാണ്. അപ്പോൾ 2 ദിവസത്തെ കാര്യമുള്ളൂ. 10,000 രൂപ ഇൻഷുറൻസുകാർ കൊടുത്തോളും, ബാക്കി 10,000 രൂപ നമ്മൾ കൊടുത്താൽ മതിയാവും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അവിടെയാണ് ഇവിടെ പ്രശ്നം ഇരിക്കുന്നത്. നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഇവർ റെഡ്യൂസ് ചെയ്യുന്നത് 50% എന്ന് പറയുന്നത് ടോട്ടൽ ബില്ലിൽ നിന്നായിരിക്കും. അതായത് ടോട്ടൽ ബില്ലിൽ നിന്ന് 50% കുറയ്ക്കുമെന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുറയ്ക്കുമ്പോഴത്തേക്ക് ഒരു 3 ലക്ഷം രൂപയുടെ ബില്ലാണ് നിങ്ങൾക്ക് ടോട്ടലായിട്ടുള്ളതെങ്കിൽ 1.5 ലക്ഷം രൂപ നിങ്ങൾ റൂം എടുത്തത് കൊണ്ട് നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് അടക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ റൂം റെന്റ് മോഡിഫയറുകൾ ഇല്ലാത്ത പോളിസികൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്ലോസ് പറയുന്നത് കോ പേയ്മെന്റ് ആണ്. പേര് പോലെ തന്നെ നമ്മൾ കോ പേ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യമാണ്. അതായത് ചില പോളിസികളിൽ പറഞ്ഞിട്ടുണ്ടായി 20% കോ പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിന്റെ 20% നമ്മൾ അടക്കണം, ബാക്കി 80% ഇൻഷുറർ അടയ്ക്കുമെന്നുള്ള കാര്യം. കോ പേയ്മെന്റ് ഉള്ള പോളിസികൾക്ക് 1000 രൂപ കുറവാണെന്ന് പറഞ്ഞാലും പക്ഷെ നമ്മളൊരു പ്രതിസന്ധി എത്തുമ്പോഴത്തേക്കും 1000 രൂപേക്കാളും എത്രയോ മടങ്ങായിരിക്കും നമ്മൾ തിരിച്ചടക്കേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 0 കോ പേയ്മെന്റ് ഉള്ള പോളിസികൾ എടുക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. അതായത് ബില്ലിന്റെ 100% ഇൻഷുറർ തന്നെ അടയ്ക്കുമെന്നുള്ള കാര്യം. അടുത്ത ക്ലോസ് എന്ന് പറയുന്നത് കോ പേയ്മെന്റ് തന്നെയാണ്, പക്ഷേ കുറച്ച് ഡിഫറന്റ് ആണ്. അതായത് സോണൽ കോ പേയ്മെന്റ് എന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ പോളിസി എടുക്കുമ്പോഴത്തേക്കും നമ്മളൊരു Tier 1 സിറ്റി ആണോ, അതേപോലെ തന്നെ Tier 2 സിറ്റി ആണോ, അതേപോലെ തന്നെ Tier 3 സിറ്റി ആണോ എന്ന് ഇവർ നോക്കും. അപ്പോൾ Tier 3 സിറ്റിയൊക്കെ ആണെങ്കിൽ അവിടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ സാധാരണ കുറവായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവർ ലോവർ പ്രീമിയമിൽ നമുക്ക് പോളിസി തരും. പക്ഷെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ Tier 1 സിറ്റിയിൽ എത്തിയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അവർ ചിലപ്പോൾ ഒരു പെനാൽറ്റി ചാർജ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള തലവേദനകളും പെനൽറ്റീസും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സോണൽ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഒന്നുമില്ലാത്ത പോളിസി തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പിന്നെ വരുന്നൊരു കാര്യമാണ് റെസ്റ്റോറേഷൻ ബെനിഫിറ്റ്. ഇത് ഈ പോളിസിക്കാരൊക്കെ വലിയ എന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോളിസി കാലാവധി 1 വർഷമാണെങ്കിൽ ഈ ഒരു കാലയളവിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നു. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ആ വർഷത്തിന്റെ ബാക്കി വരുന്ന സമയത്തേക്ക് ഇവർ ഈ ടോട്ടൽ ഇൻഷുറൻസ് നമ്മൾ റീഫിൽ ചെയ്യുന്നുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇവർ പലപ്പോഴും സെയിം ഇൽനെസിന് കവറേജ് തരില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെയിം ഇൽനെസിന് റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പോളിസികൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡേ കെയർ പ്രൊസീജിയേഴ്സും ട്രീറ്റ്മെന്റ്സും കവേർഡ് ആണെന്നുള്ള കാര്യമാണ്. അതായത് ഈ കേസിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ്. അതായത് ഇവർ കാറ്ററാക്ട് സർജറി കഴിയുന്നു, അന്നേ ദിവസം തന്നെ ഡിസ്ചാർജ് ആയി പോകാൻ പറ്റുന്ന ട്രീറ്റ്മെന്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കവേർഡ് ആയിട്ടുള്ള പോളിസികൾ എടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൺസ്യൂമബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവേർഡ് ആണെന്നുള്ളത്. അതായത് സിറിഞ്ച്, ഗ്ലൗസ്, OTക്ക് വേണ്ട എക്യുപ്മെന്റ്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കവേർഡ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാനത്തോടെ ഇൻഷുറൻസ് പോളിസി എടുത്ത് ഒരു ട്രീറ്റ്മെന്റ് എടുക്കാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.